अब है सामने इसे छू लूं जरा मर जाऊं या जी लूं जरा. സ്റ്റീഫൻ ദേവസിയുടെ ബാൻഡിലും കൂടെ വോക്കലിസ്റ്റ് ആണ്. അത് സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക്. ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു വെൻ ഇറ്റ് കംസ് ടു ലൈവ് പെർഫോമൻസസ്. ഇതേ സിറ്റുവേഷനിൽ നായകനും നായികയും പിരിയാണെങ്കിലോ ഒന്ന് ഇമാജിൻ ചെയ്താലോ. ഹായ് ഹലോ, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ടാലൻറ്റഡ് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ടാലൻറ്റഡ് ആൾക്കാരുടെ ഇടയിൽ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, മൾട്ടി ടാലൻറ്റഡ് ആയിട്ട്, ഓൾറൗണ്ടറായിട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. സിംഗറാണ്, വോക്കലിസ്റ്റാണ്, ഓൾറൗണ്ടറാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു കാർ എന്തൂസിയാസ്റ്റാണ്. ലെറ്റ്സ് മീറ്റ് മുരളി കൃഷ്ണ. ഹായ് മുരളി കൃഷ്ണ, വെൽക്കം ടു ദ ഷോ. ഹായ് മേഘ, താങ്ക് യു സോ മച്ച് ഫോർ ദി ലവ്ലി ഇൻട്രൊഡക്ഷൻ. ഒരുപാട് സന്തോഷം ഈ ചാനലായിട്ട് അസോസിയേറ്റ് ചെയ്യാനാണ്. താങ്ക് യു ഫോർ കമ്മിങ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൾട്ടി ടാലൻറ്റഡ് ആണ്, വോക്കലിസ്റ്റാണ്, സിംഗറാണ്. എന്തൊക്കെയാണ് ചെയ്യാറ്? ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് കടക്കാൻ സാധിച്ചു. ഫോർച്ചുനേറ്റ്ലി ഐ എം എ പ്ലേബാക്ക് സിംഗർ, വോക്കലിസ്റ്റ്, പെർഫോമർ ആൻഡ് എ കമ്പോസർ. സ്വന്തമായിട്ടൊരു ബാൻഡുണ്ട്, MK ലൈവ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ ബാൻഡിലും കൂടെ വോക്കലിസ്റ്റ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? I was very fortunate to, I'm very fortunate to work among amazing musicians like Steve Hatton, M. Jayadran sir, Shankar Mahadevan sir, Hariharan sir. അത് സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക്. ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു വെൻ ഇറ്റ് കംസ് ടു ലൈവ് പെർഫോമൻസസ്. 2022 ഏപ്രിൽ 1 ആദ്യമായിട്ട് ഞാൻ സ്റ്റീഫൻ ചേട്ടനോട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു പ്രൊഫഷണൽ ഫോർമാറ്റ് ഷോ. അങ്ങനെയാണ് ഞാൻ ചേട്ടൻ്റെ ബാൻഡിലൊരു അംഗമാകുന്നതും ആദ്യമായിട്ടൊരു വോക്കലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു വലിയൊരു അനുഗ്രഹം തന്നെ പറയാം. സോ എന്തോ ആ ഒരു എനർജി നമ്മളായിട്ട് കണക്റ്റായി. സ്റ്റീഫ് ഏട്ടൻ എൻ്റെ പെർഫോമൻസും ഇഷ്ടപ്പെട്ടു. എനിക്കും സ്റ്റീഫ് ഏട്ടനോട് വർക്ക് ചെയ്യാൻ അത്ര അധികം സന്തോഷമായിരുന്നു. വലിയൊരു ഓർഡറായിരുന്നു എനിക്ക്. അന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഒരു അത്ര അധികം അടുത്ത് കാണുന്നത്. നമ്മൾ സ്റ്റേജിലൊക്കെ പല സമയത്തും കണ്ടിട്ടുണ്ട്, ടി വിയിലും പല പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് അത്ര ക്ലോസ് ഒരു എൻകൗണ്ടർ വിത്ത് സ്റ്റീഫൻ ദേവസി നടക്കുന്നത്. കൂടെ പെർഫോം ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിന് അത് എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടു. അടുത്ത ഷോസ് വന്നപ്പോഴേക്കും എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഏകദേശം ഒരു 2-3 കൊല്ലം അടുപ്പിച്ചപ്പോൾ 2025 ആയി. നമ്മളിപ്പോൾ ഇനിയും ഒരുമിച്ച് ഷോസ് ചെയ്യാൻ പോകുന്നു. നല്ലൊരു ചാപ്റ്ററാണ് സ്റ്റീഫൻ ദേവസി. ഈ മ്യൂസിക് ഫീൽഡ് എന്നോട്ടാണ് ചൂസ് ചെയ്തത്, എനിക്ക് മ്യൂസീഷ്യൻ ആകണം എന്നൊരു തീരുമാനം എടുത്തത്? ആക്ച്വലി ഭയങ്കര മനഃപൂർവ്വം മ്യൂസീഷ്യനായൊരു മ്യൂസീഷ്യൻ അല്ല ഞാൻ ആക്ച്വലി ടൈം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ മ്യൂസിക് പഠിച്ചു തുടങ്ങിയ വ്യക്തിയാണ്. സോ ഐ വാസ് മോർ ഇൻ ടു അക്കാഡമിക്സ്. പഠിത്തം ഭയങ്കര ഫോക്കസ് ചെയ്തിട്ടൊരു കുട്ടിയായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വന്നല്ലോ. സോ ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടി. സോ ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് മ്യൂസിക് ഇൻ എ വെരി സീരിയസ് മാനർ. കുറച്ചും കൂടെ അതിലേക്ക് ഇൻവോൾവ് ആവാൻ തുടങ്ങി, കുറച്ചും കൂടെ ഇൻക്ലൈൻ ആവാൻ തുടങ്ങി. സോ ഞാൻ കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, അതുപോലെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്, മൃദംഗം, തബ്ല, കീബോർഡ്, ഗിറ്റാർ ഒക്കെ ആ സമയത്ത് പഠിച്ചു. ആദ്യമായിട്ടൊരു സ്റ്റുഡിയോ റെക്കോർഡിംഗ് സെഷൻ ഞാൻ ചെയ്യുന്നത് പോലും കോവിഡ് സമയത്താണ്. സോ അതിന് മുമ്പ് ഐ എം നോട്ട് എക്സ്പോസ് ടു പ്രൊഫഷണൽ റെക്കോർഡിംഗ് ഫോമാറ്റ്, പ്രോപ്പർലി മിക്സ്ഡ് ആൻഡ് മാസ്റ്റേർഡ്, അല്ലെങ്കിൽ പ്രോപ്പർലി പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ഒന്നും അതിന് മുമ്പ് അങ്ങനെ ഇറക്കിയിട്ടില്ല. സോ ആദ്യമായിട്ട് കോവിഡ് ടൈമിൽ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിംഗ് മൈ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ ഫേസറ്റ്സിൽ വർക്ക് ചെയ്യാം. സോ അങ്ങനെ കോവിഡ് സമയത്ത് ആദ്യമായിട്ടൊരു പ്രോപ്പർ കവർ, നമുക്കിപ്പം അറിയാലോ കവർ സോങ്സ് റിലീസ് ചെയ്യാൻ കുറച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കമ്പോസറാണ് റഹ്മാൻ സാർ. സോ റഹ്മാൻ സാറിൻ്റെ കുറച്ച് പാട്ടുകൾ ഞാനെടുത്ത് ആ സമയത്ത് കവർ ചെയ്തിരുന്നു. ആ സമയത്ത് കുറച്ച് ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കുറച്ച് ഏഷ്യാനെറ്റ്, മാതൃഭൂമി പോലുള്ള ചാനൽസൊക്കെ ടേക്കപ്പ് ചെയ്യേ, അങ്ങനത്തെ കുറച്ച് ഒരു സ്റ്റോറീസൊക്കെ കുറച്ച് ആ സമയത്ത് സെൻസേഷനായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. അപ്പോൾ ഐ ഷുഡ് വർക്ക് മോർ ഇൻ ടു ഇറ്റ്. കുറച്ചും കൂടെ പരിശ്രമിച്ചാൽ ഇനിയും അതിൽ മുന്നേറാൻ സാധിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് മ്യൂസിക്കിലേക്ക് കടന്നു വരുന്നത്. അപ്പം കവേഴ്സ് പാടിയിട്ടുണ്ട് അങ്ങനെയല്ല പറഞ്ഞത്? നമുക്ക് വേണ്ടി ഒരു കവർ സോങ് പാടാലോ. സോ നേരത്തെ പറഞ്ഞ ഞാൻ റഹ്മാൻ സാറിൻ്റെ വലിയൊരു ആരാധകനാണ്. മോറോവർ ഐ എം ഓൾസോ എ ബിഗ് ഹരിഹരൻ സർ ഫാൻ. സോ ഹരിജിയിലോടൊരു ഷോ ചെയ്യാനുള്ളൊരു അവസരം എനിക്കുണ്ടായിരുന്നു ഇൻ ശ്രീലങ്ക. സോ ഐ എം വെരി ഫോർച്ചുനേറ്റ് ടു ബി അമംഗ് സച്ച് അമേസിംഗ് മ്യൂസിഷ്യൻസ്. സോ ഹരിജിയുടെയും റഹ്മാൻ സാറിൻ്റെയും കൂടെ ഒരു കോമ്പോ, എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഞാൻ രണ്ടുപേരും പാടാം. എൻ ശ്വാസക്കാറ്റ് വരും പാதை பார்த்து உயிர் தாங்கி நான் இருப்பேன், மலர் கொண்ட பெண்மை வாராமல் போனார், மலை மீது தீ குளிப்பேன், என் உயிர் போகும் போனாலும் துயரில்லை கண்ணே, அதற்காகவா பாடினேன், வரும் எதிர்காலம் உன் மீது பழி போடும் பெண்ணே, அதற்காகத்தான் வாடினேன், முதலா
மூடிவா அதை உன் கையில் கொடுத்து விட்டேன் உயிரே உயிரே வந்து என்னோடு கலந்து விடு நினைவே நினைவே இந்த நெஞ்சோடு கலந்து വീട്. താങ്ക് യു. മ്യൂസിക് ഇഷ്ടപ്പെടാത്ത ആരുമില്ല, അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുക, ഈ മ്യൂസിക് വെച്ച് ആരെങ്കിലും ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അയ്യോ, ഇംപ്രസ് ഒന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല. ജനറലി വെനെവർ ഐ പെർഫോം ഐ എൻഷുർ ദാറ്റ് എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കുന്നുള്ളത് എപ്പോഴും എൻഷുർ ചെയ്യും. ഞാൻ ഷോ അല്ല, പേഴ്സണൽ ലൈഫിൽ. പേഴ്സണൽ ലൈഫിൽ ഇതുവരെ എന്തായാലും ഇല്ല. ഞാൻ ചെയ്യുന്ന ആർട്ട് ഏറ്റവും അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് വരണം എന്നുള്ളത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ ഒരു മൊമെന്റ് എന്തുണ്ടായി പാട്ടിന്റെ ഫീൽഡിൽ? 2-3 ഇൻസിഡൻസ് ഉണ്ട് അങ്ങനെ. ആദ്യത്തെ ഒരു പ്ലേ ബാക്ക് കരിയർ വൈസ് പറയാനാണെങ്കിൽ ഞാൻ ഐ യൂസ് ടു പെർഫോം അൺപ്ലഗ്ഡ് ഷോസ് ഒക്കെ. അപ്പോൾ അങ്ങനെ വൺ ഓഫ് ദി അൺപ്ലഗ് ഷോസ് നമ്മുടെ ശ്രീ മണിയമ്പിള്ള രാജു അങ്കിൾ, അപ്പോൾ ഹോം ഐ ഡെയിലി കോൾ രാജു അങ്കിൾ, അദ്ദേഹം ഉണ്ടായിരുന്നു ഫ്രം ദി ഓഡിയൻസ്. സോ അദ്ദേഹം ആ ഒരു ഷോ കഴിഞ്ഞിട്ട് എന്നെ വന്ന് സംസാരിക്കേണ്ടത്, ഞാനായിട്ട് അടുപ്പമുള്ള വ്യക്തികളാണ്. സോ അങ്കിൾ പറഞ്ഞ ഞങ്ങളൊരു സിനിമ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ, പുതിയ സിംഗേഴ്സ്, അങ്ങനെ പുതിയൊരു സെറ്റ് ഓഫ് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്. സോ ഓക്കെ, യു ക്യാൻ സിംഗ് എ ട്രാക്ക് ഫോർ ദാറ്റ്. ആദ്യം ഒരു ട്രയൽ പാടി നോക്കൂ, വർക്ക് ആവുമെങ്കിൽ മാത്രം, നന്നായി വന്നാൽ മാത്രം നമുക്ക് അതിൽ പ്ലേ ബാക്ക് ആയിട്ട് പാടാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറയണ്ടായി. അങ്ങനെ കേദാർ സർ, കേദാർ ഇപ്പം ഞാൻ കേദാർ ചേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പം കേദാർ ചേട്ടൻ വാസ് നമ്മുടെ AR റഹ്മാൻ സാറിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു. സോ ഈ ബിക്കേം ഇൻഡിപെൻഡൻറ്റ്. കേദാർ ഏട്ടൻ്റെ ആദ്യത്തെ സിനിമയാണ് മഹേഷും മാരുതി എന്നുള്ള മൂവി. സോ ആ സിനിമയിൽ മനസ്സിൻ പാതയിൽ എന്നുള്ള പാട്ട് എനിക്ക് പാടാൻ സാധിച്ചിരുന്നു. സോ ദാറ്റ് വാസ് എ ഹ്യൂജ് ടേണിംഗ് പോയിന്റ് ആസ് എ മ്യൂസിഷ്യൻ ഫോർ മീ ആൻഡ് ആസ് എ പ്ലേ ബാക്ക് സിംഗർ. ആ ഒരു പ്ലേ ബാക്ക് മേഖലയിലേക്ക് എനിക്കൊരു കടന്നുകയറ്റമായിരുന്നു ആ ഒരു പാട്ട്. സോ ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടേണിംഗ് പോയിന്റ് ഫോർ മീ. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. ദാറ്റ്സ് ഓൾ. അതിനുശേഷം ഒരുപാട് മൂവീസ്, ഒരുപാട് പ്രോജക്ട്സ് വർക്ക് ചെയ്യാൻ സാധിച്ചുവെങ്കിലും ദിസ് വിൽ ബി വെരി സ്പെഷ്യൽ. ഫസ്റ്റ് ഒരു പ്ലേ ബാക്ക് ഡെബ്യൂ. ആ സിനിമയിൽ 2 പാട്ടുകളുണ്ട്. ഒരു പാട്ട് ഞാനാണ് പാടിയിട്ടുള്ളത്, ഒരു പാട്ട് നമ്മുടെ KS ഹരിശങ്കറാണ് പാടിയിട്ടുള്ളത്. ഒരു കോൺസേർട്ടിന് പോകുന്നതിന് മുമ്പ് ഇപ്പം നമുക്ക് വോയിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാറ് ഇപ്പം ക്ലിയർ ആയിട്ട്? ജനറലി ഞാൻ തണുത്ത കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. മെയ്ഡ് ബൈ ഐസ്ക്രീംസ് അല്ലെങ്കിൽ ജ്യൂസസ് ആവട്ടെ, തണുത്ത ഒരു സാധനവും ഞാൻ കഴിക്കാറില്ല. പിന്നെ നോട്ട് ടു സ്പൈസി, നോട്ട് ടു ഷുഗറി, അങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്തുള്ള കാര്യങ്ങൾ, കുറച്ച് സ്വീറ്റ് സാക്രിഫൈസസ് ഫോർ എ ബെറ്റർ ടുമോറോ. ഇപ്പം ഈ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ആ മ്യൂസിക്കിന്, സ്വന്തം മ്യൂസിക്കിന് ഒരു കളർ നമ്മൾ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കളറായിരിക്കും സ്വന്തം മ്യൂസിക്കിന് കൊടുക്കാൻ? നൈസ് ക്വസ്റ്റ്യൻ. ഐ വുഡ് സേ റെഡ്. റെഡ് ഇസ് ഓൾ അബൌട്ട് ലവ് ആൻഡ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളൊരു കളർ റെഡ് അല്ലേ. സോ എൻ്റെ മ്യൂസിക് മാക്സിമം ആൾക്കാരിലേക്ക് എത്തട്ടെ ആൻഡ് മാക്സിമം ആൾക്കാർക്ക് നന്മ പകരട്ടെ, സന്തോഷം പകരട്ടെ എന്നുള്ളൊരു രീതിയിൽ ഐ വുഡ് സേ റെഡ് നല്ലൊരു കളറായിരിക്കും ഫോർ മൈ മ്യൂസിക്കാലിറ്റി. സ്റ്റേജിൽ ഒരു മ്യൂസിക് ബാറ്റിൽ ചെയ്യണമെങ്കിൽ ഏത് മ്യൂസീഷ്യൻ്റെ കൂടെ ചെയ്യാനായിരിക്കും കംഫർട്ടബിൾ? മ്യൂസിക് ബാറ്റിൽ ഐ വുഡ് സേ ഒരു ഹെൽത്തി ബാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് മ്യൂസിക്. സോ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കുമല്ലോ നമുക്ക് ഒരു ബാറ്റിൽ ടു ബാറ്റിൽ ചെയ്യാൻ പറ്റുക, ഒരു ഹെഡ് ടു ഹെഡ് ചെയ്യാൻ പറ്റുക. സോ ഐ വുഡ് സേ മൈ ഡിയർ ബ്രദർ സ്റ്റീഫൻ ദേവസി ചേട്ടൻ്റെ കൂടെ ആയിരിക്കും ഞാനത് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റീഫൻ ചേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ചേട്ടനെ ഞാനും അങ്ങനെ നമ്മൾ സവാൽ ജവാബൊക്കെ പോലെ ക്വസ്റ്റൻ ആൻസർ സെഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് ഓൺ സ്റ്റേജ്. ഓക്കെ, ഇപ്പം വിനീതേട്ടൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ലേ, ഓൺ കമ്പോസിഷൻ വിനീതേട്ടൻ വോക്കൽസ് കൊടുത്ത്, അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ജേർണി? It was a very unexpected one. Suddenly I got a call from one of the new directors called Vinu Vijay and പറയുണ്ടായി he is going to plan ഒരു മ്യൂസിക് വീഡിയോ. അപ്പോൾ ഞാൻ തന്നെ കമ്പോസ് ചെയ്യണം ആൻഡ് അതിൻ്റെ ഒരു മീറ്റിംഗ് ആയിട്ട് ഹോളിഡേയിലേക്ക് ഒന്ന് എത്താൻ പറ്റുമോ ചോദിച്ചു കൊച്ചിയിൽ. സഡൻലി എനിക്ക് ബാക്കി കുറച്ച് മീറ്റിംഗ്സ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ദാറ്റ് വെൻ എന്നോട് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്കൈ കോഡ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു പുതിയ ലേബിളിൻ്റെ ലോഞ്ച് ആയിരുന്നു അത്. സോ സ്കൈ കോഡ് മ്യൂസിക്കിൻ്റെ അടിയിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നൊരു സിംഗിൾ ഞാൻ കമ്പോസ് ചെയ്ത് വിനീത് ശ്രീനിവാസൻ പാടിയത് നന്നായിരിക്കും എന്നുള്ള അവരുടെ ഒരു സെഷനുമായിരുന്നു. പാട്ട് ചെയ്തു വന്നപ്പോഴും എനിക്ക് മനസ്സിലായി ഏറ്റവും ആപ്റ്റ് വിനീത് ശ്രീനിവാസൻ ചേട്ടൻ പാടിയാലായിരിക്കും. ആൻഡ് ആദ്യം ഹൗ ടു അപ്രോച്ച് ഹിം, അങ്ങനെ പല കൺഫ്യൂഷൻസ് ഉണ്ടായി. പക്ഷേ ഹൗ ടു റീച്ച് ടു ഹിം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി നമ്മുടെ KD വിൻസെൻ്റ് അങ്കിൾ വാസ് ഹിസ് മ്യൂസിക് മാനേജർ ആസ് വെൽ ആസ് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ കൂടെ ഭബ്ബ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയമായിരുന്നു അത്. സോ ദിലീപ് ഏട്ടനും പറയുണ്ടായി ടു വിനീതേട്ടൻ, കാരണം ഞാനൊരു സോങ് ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് വേണ്ടി പാടണം എന്നുള്ള ദിലീപ് ഏട്ടനും പറയുണ്ടായി. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ബ്ലെസ്സിങ്സോടൊപ്പം ഐ വാസ് ഏബിൾ ടു റെക്കോർഡ് ദ വോയിസ് ഓഫ് വിനീത് ശ്രീനിവാസൻ ചേട്ടൻ ഫോർ മൈ കമ്പോസിഷൻ കോൾ പ്രിയതമ. സോ വളരെ ക്ലോസ് ടു ഹാർട്ട് ഒരു സോങ് ആണ്. വളരെ പെട്ടെന്ന് ഞാൻ ക്യൂറേറ്റ് ചെയ്തൊരു, പക്ഷേ എന്നാലും അത്യാവശ്യം അമേസിംഗ് മ്യൂസിഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്തത്. നമ്മുടെ നിഖിൽ റാം TP എന്നൊക്കെ പറഞ്ഞ AR റഹ്മാൻ സാറിൻ്റെ ഫ്ലോട്ടിസ്റ്റാണ് എനിക്ക് വേണ്ടി വായിച്ചിട്ടുള്ളത്. കൂടാതെ ക്രിസ്റ്റി അബി വർഗീസ് ഓൺ പ്രൊഡക്ഷൻ, ലോട്ട് ഓഫ് അമേസിംഗ് മ്യൂസിഷ്യൻസ്, അമൽ ബാലൻ, അങ്ങനെ കുറേ പേര് വായിച്ചിട്ടുണ്ട്. ഓക്കെ, ആസ് എ മ്യൂസീഷ്യൻ ഒരു 5 ഇയേഴ്സിൽ ഏത് പ്ലേസിലായിരിക്കും പൊസിഷൻ ചെയ്യുന്നത്?
I would like to place myself as a composer. കമ്പോസർ കമ്പോസർ ആൻഡ് എ പെർഫോമർ. ഇപ്പോൾ കമ്പോസേഴ്സ് പെർഫോമൻസ് അല്ലെങ്കിൽ ലൈവ് കോൺസേർട്സ് ചെയ്യുന്നതിൻ്റെ ഒരു വാല്യൂ ഇസ് ഹ്യൂജ്. നമുക്ക് ഒരുപാട് സിംഗേഴ്സിനെ ഫീച്ചർ ചെയ്യാം. ആൻഡ് എ ക്യാൻവാസ് വിൽ ബി വൈഡ്. സോ ഐഡ് ലൈക്ക് ടു പ്ലേസ് മൈ സെൽഫ് എസ് എ കമ്പോസർ ഹു ഇസ് ഓൾസോ എ പെർഫോമർ. ഓക്കെ, അലോങ് വിത്ത് ദാറ്റ് മ്യൂസിക് ഒരു പാർട്ട്, അതല്ലാതെ വേറെ ഒരു ക്രേസ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം, കാർ. ഓക്കെ, അതെന്താണ് ഒരു എന്താണ് എൻ്റെ ഒരു പാഷൻ ആണോ എന്താണ്? എല്ലാവരും പേർക്ക് ഞാൻ വണ്ടി ഭ്രാന്തനാണ്. ഞാൻ കേട്ടതും അങ്ങനെയാണ്. വണ്ടി ഭ്രാന്തൻ എൻ്റെ അച്ഛനാണ് ആക്ച്വലി, ടു ബി വെരി ഓണസ്റ്റ്. സോ അച്ഛൻ ഇസ് എ വെരി ബിഗ് കാർ എന്തൂസിയാസ്റ്റ്. എനിക്ക് എങ്ങനെയാണോ പാട്ടുകൾ അതുപോലെയാണ് അച്ഛന് വണ്ടികൾ അച്ഛൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു കാര്യമാണ്. ലിമിറ്റഡ് എഡിഷൻ കാറിന്റെ ഒക്കെ ഒരു വലിയ ഹ്യൂജ് കളക്ഷൻ ഉണ്ടെന്നും ഞാൻ അപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഒരു കാർ കളക്ഷൻ അച്ഛനുണ്ട്. അച്ഛന് നമുക്ക് എല്ലാവർക്കും, എനിക്ക് ഭയങ്കര ഒരു ക്രൈസ് എന്ന് പറയാനില്ല, പക്ഷെ എന്നാലും ഇഷ്ടമാണ് വണ്ടികൾ. പണ്ട് തൊട്ടേ അത് കണ്ട് വളർന്നുകൊണ്ടാവാം. മുരളിയുടെ ഒരു ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് തന്നെയാണ്. ബട്ട് ഐ ലൈക്ക് കാസ്. എനിക്ക് കാസ് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അച്ഛനോട് അച്ഛൻ്റെ അത്രയും വണ്ടി ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ എന്നാലും ഉണ്ട് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ മോസ്റ്റ് ഫ്രീക്വന്റ്ലി കേൾക്കുന്ന സോങ് ഏത് ജോണറാണ്? ഐ ലവ് സൂഫി മ്യൂസിക്, എസ്പെഷ്യലി നമ്മുടെ റൊമാൻസ്, കുൻ ഫയക്കുൻ, ഖ്വാജ, അർസിയാൻ, അങ്ങനെ എനിക്ക് സൂഫി മ്യൂസിക് ഭയങ്കര ഇഷ്ടം. നമുക്കൊരു സൂഫി മ്യൂസിക്കും കൂടെ പിന്നെന്താ? എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് അതാ. സൂഫിയാണോ? ഓ ഓക്കെ, പാടാം. സോ റൊമാൻ സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സൂഫി സോങ് ഫോർ മീ ഐ വുഡ് സേ ഖ്വാജ. ഞാനത് ലൈവ് കോൺസേർട്സും ചെയ്തിട്ടുണ്ട്. ഒരു 2 വരി പാടാം, അറ്റംപ്റ്റ് ചെയ്യാം. ഇറ്റ്സ് എ വെരി ഒരു എൻ്റെ ഫുൾ ബാൻഡ് അല്ലെങ്കിൽ എൻ്റെ മ്യൂസിഷ്യൻസ് എല്ലാവരും വന്നാലേ ഒരു നിറവുണ്ടാവുള്ളൂ. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പാടാൻ നമുക്ക് അത് തന്നെ ഒരു ട്രീറ്റ് ആണ്. യാ ഗരീബ് നവാസ്, യാ ഗരീബ് നവാസ്, യാ ഗരീബ് നവാസ്, യാ മൊയ്നുദ്ദീൻ, യാ മൊയ്നുദ്ദീൻ, യാ ഖ്വാജാ ജി, യാ ഖ്വാജാ ജി, യാ ഖ്വാജാ ജി, യാ ख्वाजा जी, ख्वाजा मेरे ख्वाजा, दिल में समा जा, शाहों का शाह तू, अली का दुलारा, ख्वाजा मेरे ख्वाजा, ख्वाजा ख्वाजा, दिल में समा जा, समा जा, समा जा, शाह का शाह तू, अली का दुलारा, ख्वाजा मेरे ख्वाजा, दिल में समा जा, ख्वाजा मेरे ख्वाजा, दिल में समा जा, बेकसों की तकदीर तू मैं सवारी, बेकसों की तकदीर तूने सवारी. My God, no words. Literally. Thank you so much. Super. Okay, നമുക്ക് മ്യൂസിക് സെഷൻ നമുക്ക് ഇത് മ്യൂസിക് റിലേറ്റഡ് തന്നെ ഒരു റാപ്പിഡ് ഫയർ നമുക്ക് നോക്കാം. Go ahead, come on. Okay, first one. Sing in the shower or sing in the car? Always sing in the shower. Because ഒരു റിവേർബ് ഉണ്ടാവില്ല നമ്മൾ പാടുമ്പോൾ നമ്മൾ സ്റ്റേജിൽ പാടുന്ന ഒരു ആംബിയൻസ് ഒക്കെ. I always sing in the shower. Sing in the car കുറവ്. I listen in the car but I sing in the shower always. എല്ലാവരുടെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അതെ. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഹിബിഷൻസ് ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഷവർ സിംഗിങ്. പിന്നെ എൻ്റെ ഫാമിലിയിൽ കുറേ പേര് ബാത്റൂം സിംഗേഴ്സ് ആണ്. അപ്പൊ അമ്മയായാലും അമ്മയുടെ ഫാമിലി റിലേറ്റീവ്സ് കുറേ പേര് നല്ല സിംഗേഴ്സ് ആണ്. പക്ഷെ അവർ ലൈം ലൈറ്റിൽ പാടുന്ന കുറവാ. ബട്ട് ഞാൻ അവര് കേൾക്കാറുണ്ട്. ഓക്കെ, ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഓൺ സ്റ്റേജ് ഫെയിൽ എന്തായിരുന്നു? അതായത് ഇപ്പം ലൈവ് കൺസേർട്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂസ് ഉറപ്പായിട്ടും. അപ്പൊ അതിലൊരു ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഇനിയാസിലെ ലെവൽസ് കേൾക്കാണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് വി ആർട്ടിസ്റ്റ് യൂസ് ഇനിയ മോണിറ്റേഴ്സ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് കേൾക്കാനായിട്ട്. സോ ചില സമയം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ചിലപ്പോൾ ഇനിയറിൽ സെൻഡ് ആവണമെന്നില്ല. കീബോർഡൊക്കെ അങ്ങനെ സെൻഡ് ആവാണ്ടിരുന്നിട്ടുണ്ട്. ഞാൻ പിച്ചൊക്കെ അവസാനം കിട്ടാനായിട്ട് ഗിറ്റാറിസ്റ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഹാസ് ഹാപ്പൻ.
ലിറിക്സ് മറന്നു പോവുക. ലിറിക്സ് അതൊരു മെയിൻ. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഐ മേക്ക് അപ്പ് മൈ ഓൺ ലിറിക്സ് ഓൺ സ്റ്റേജ്. മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. വളരെ കോൺഫിഡന്റ് ആയിട്ട് തെറ്റിച്ച് പാടും. ഓക്കെ. പിന്നെ ഓട്ടോ ട്യൂൺ ഇപ്പോഴത്തെ മെയിൻ അതെങ്ങനെയാണ്? ഒരു ഫ്രണ്ട് ഓർ എനിമി എങ്ങനെയാണ്? ബോത്ത് എ ബെയിൻ ആൻഡ് എ ബൂൺ അറ്റ് ദ സെയിം ടൈം. ഇപ്പോൾ ടേക്ക് നല്ലതാണ്. ഇപ്പം ഞാനൊരു കമ്പോസറിൻ്റെ POV പറയാം. ഇപ്പം സപ്പോസ് യു ഹാവ് എ സിംഗർ ഇൻ യുവർ റെക്കോർഡിംഗ് ബൂത്ത്, ഒരു ടേക്ക് എടുത്തു, ദാറ്റ് ടേക്ക് ഇസ് വെരി സ്വീറ്റ്, നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്, അത് ഓക്കെ ആക്കാൻ ഓട്ടോ ട്യൂൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എതിർ പറയുന്നില്ല. ബട്ട് ഫുൾ സോങ് അവർ ഓട്ടോ ട്യൂൺ മാത്രമായിട്ട് പാടുക. കാരണം പണ്ടത്തെയൊക്കെ സിംഗേഴ്സിനെ സമയം ഇപ്പോൾ ദാസാറായാലും സുശീലാമ്മ, ലീലാമ്മ എല്ലാവരും ഫുൾ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഒറ്റ സ്ട്രെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ലെജൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സിംഗിൾ വേർഡ് ഉൾപ്പെടെ വേണമെങ്കിലും പഞ്ച് ചെയ്ത് പാടാം. സോ അത് മാറ്റി കുറച്ചും കൂടെ നാച്ചുറലി ഉള്ളൊരു സിംഗിങ് വരണം എന്നാണ് എൻ്റെ ഒരു വിഷൻ. സോ ഓട്ടോ ട്യൂൺ ആവാം, ബട്ട് ഓൺലി ഇഫ് ദ ടേക്ക് ഇസ് ദാറ്റ് ഗുഡ്. പക്ഷെ ഓട്ടോ ട്യൂണിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സോങ്സ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാനും അങ്ങനെ ചെയ്യാറില്ല. ഇല്ല. മ്യൂസിക്സിൽ നോക്കുമ്പോഴത്തേക്ക് പഴയ മ്യൂസിക് ഭയങ്കര ഡിഫറെന്റ്, ഇപ്പോഴത്തെ പോലത്തെ അല്ല. അപ്പോൾ ഏതാ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും? ഒരു ഫേവറേറ്റ് ഇപ്പോഴും എല്ലാം ഇഷ്ടമാണ്. ഇപ്പോൾ ബോത്ത് ന്യൂ ആൻഡ് ഓൾഡ് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ നാടോടുമ്പോൾ നടുവേ ഇടണമെന്നല്ല. ഇപ്പോൾ പുതിയ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക് സൗണ്ടിങ്ങൊക്കെ ഞാനും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബാബുക്കയുടെ വലിയൊരു ആരാധനയാണ് ഞാൻ. പഴയ മലയാളം മ്യൂസിക്കിൽ ഇപ്പോൾ ഒരു പുഷ്പമായാലും പ്രാണസഖി ആയാലും ബാബുക്കയുടെ പാട്ടിൽ ഒരുപാട് ഞാൻ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അതും വേണം. നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡുവേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ആർട്ടിസ്റ്റ്, ഓൾറെഡി എനിക്കൊന്നും മുന്നേ ചോദിച്ച സ്റ്റീഫൻ ദിൽസി ആയിരിക്കും. അല്ല, ഡ്രീം ചെയ്യുന്നതിന് ലിമിറ്റ് ഇല്ലല്ലോ. ഇല്ല. സോ വി ക്യാൻ ഡ്രീം ടു എനി എക്സ്റ്റെൻറ്റ്. സോ ഐ വുഡ് സേ ഡുവറ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ദേഴ്സ് എ ഫീമെയിൽ സിംഗർ. ശ്രേയ ഘോഷൽ ജി ആയിട്ടൊക്കെ എനിക്ക് പാടാൻ പറ്റിയാൽ അത്രയധികം സന്തോഷം. ആൻഡ് ഈവൻ ഐ ലവ് സോനു നിഗം ജി. സോനു നിഗം ജിയുടെ അഭിമുഖ്യം എന്നുള്ള സോങ് ഞാൻ എൻ്റെ കഴിയുന്ന എല്ലാ കോൺസേർട്സിലും പാടാറുണ്ട്. ഓക്കെ. വിയർഡസ്റ്റ് തിങ് യു ഹാവ് ഈറ്റൻ ബിഫോർ പെർഫോമൻസ്? വിയർഡസ്റ്റ് തിങ് അല്ലേ? യു ഹാവ് ഈറ്റൻ, കഴിക്കുന്നത് ഞാൻ പെർഫോമൻസിന് മുമ്പ് കഴിക്കുന്ന വളരെ കുറവാണ്. കാരണം വി നീഡ് എ പ്രോപ്പർ എംപ്റ്റി സ്റ്റൊമക്ക് ടു ഹാവ് ദ പ്രോപ്പർ ബ്രെത്ത് ആൻഡ് ഓൾ. ബട്ട് ഐ വുഡ് സേ നമ്മുടെ കരിക്കിനകത്ത് വരുന്ന സാധനമല്ലേ, ഒരു വെള്ള സംഭവം, അതൊക്കെ കഴിച്ചിട്ട് അത് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല ഫോർ ദ കോൺസേർട്ട്. കാരണം പൊതുവെ ഒരു തണുപ്പ് പ്രകൃതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ് ഫോർ യുവർ ത്രോട്ട്. ഒരിക്കൽ ഒരു കോൺസേർട്ടിന് മുമ്പ് കരിക്ക് കുടിച്ചിട്ട് ഈ സാധനം കഴിച്ചിട്ടുണ്ട്. പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം സ്റ്റേജ് ലൈവ് പെർഫോമൻസ് വരുമ്പോൾ would you rather forget the lyrics അല്ലെങ്കിൽ sneeze ചെയ്യും middle of the show? I'd rather make my own lyrics. Okay, അപ്പോൾ അതാണ് ബെറ്റർ. ഈ രണ്ട് ഓപ്ഷനും വേണം. Great. Sreyaji and a lot of people have done that. അവർ കോൺഫിഡന്റ് ആയിട്ട് തെറ്റിച്ച് പാടുന്നത്. കഴിയുന്നത് ഞാൻ തെറ്റിക്കില്ല. ഓൾവേസ് ഹാവ് an iPad in front of me. കഴിയുന്നത് ഞാൻ നോക്കി കറക്റ്റ് ലിറിക്സേ പാടാറുള്ളൂ. കഷ്ടകാലത്തിന് തെറ്റിയാൽ പബ്ലിക്കിന് മനസ്സിലാവില്ല. ഇതുവരെ പിടിച്ചിട്ടില്ല. മേക്കപ്പ് ചെയ്തപ്പോ ലൈഫിന് ഒരു തീം സോങ് വേണമെങ്കിൽ എന്തായിരിക്കും? മേ ബി ഒരുവനൊക്കെ. ഓക്കെ. ഇപ്പം സിംഗിങ്ങിന്റെ ഇടയിൽ മെസ്സപ്പ് ചെയ്തൊരു വേർഡ് എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ഏത് സോങ് ആയിരുന്നു? എന്താണ് മെസ്സപ്പ് ചെയ്തത്? അങ്ങനെ എടുത്തു പറയാനായിട്ട് MG ശ്രീകുമാർ അങ്കിളുടെ പാട്ടുകൾ എപ്പോഴും ഭയങ്കര, ഇപ്പം ചന്ദനമണി ആയാലും വേൽമുരുക ആയാലും എല്ലാം വളരെ അടുക്കും ചിട്ടയുള്ള ലിറിക്സ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഞാൻ മെസ്സപ്പ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പോഴല്ല, ഇപ്പൊ നമ്മൾ അത്ര ഇപ്പൊ ഒരുപാട് നമ്മൾ കോൺസേർട്സ് അത്രയധികം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പണ്ട് തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ MG ശ്രീകുമാർ അങ്കിളുടെ പാട്ടുകളുടെ ലിറിക്സ് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ഈ ലൈവ് ഷോ ചെയ്യാൻ ഭയങ്കര പാടാണ്. എങ്ങനെയാ? അയ്യോ, ഐ എൻജോയ് പെർഫോമിംഗ് അല്ലോ. ഒരു എനർജി കീപ്പ് അപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? അത് ഇറ്റ് കംസ് ഫ്രം സംവെയർ. അതൊരു ആരോ തരുന്നൊരു എനർജി പോലെയാണ്. മേ ബി മൈ ബി ഗോഡ്, ഇറ്റ് മൈ ബി സം ഡിവൈൻ പവർ, ഓർ മൈ ബി ദ മ്യൂസിഷ്യൻസ് ദാറ്റ് ആർ വിത്ത് മീ. അപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം വി ഗിവ് ദാറ്റ് എനർജി ആൻഡ് ആ ഒരു ട്രസ്റ്റാണ് ദാറ്റ്സ് ഹെൽപ്പിംഗ് മീ ടു പെർഫോം ഫോർ 2.5 hours. ഓക്കെ. ലൈഫ് ലോങ് ഒരു ലാംഗ്വേജ് പാടണം എന്ന് വെച്ചോ, ഏതായിരിക്കും ലാംഗ്വേജ്? ഐ വുഡ് സേ തമിഴ്. മ്യൂസിക്സ് ആണ് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഡെപ്ത് ഉള്ള ലാംഗ്വേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. തമിഴ് എനിക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടില്ല. ഐ ലേൺ തമിഴ് ത്രൂ മ്യൂസിക്. തമിഴ് പാട്ടുകൾ കേട്ടാണ് തമിഴ് പഠിച്ചത്. പക്ഷേ ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഇനി ഇത് ആൻസർ ചെയ്യാൻ കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മ്യൂസിക് ഇപ്പം ബാൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഏത് മ്യൂസിക് ആയിരിക്കും ഫേവറേറ്റ് അല്ലാത്തൊരു മ്യൂസിക് ബാൻ ചെയ്യാൻ താല്പര്യമുള്ളത്? അങ്ങനെയില്ല, എനിക്ക് എല്ലാ മ്യൂസിക്കും ഇഷ്ടമാണ്. പക്ഷേ ഒന്നെങ്കിലും ഒരു സ്പെസിഫിക് മ്യൂസിക് അല്ലെങ്കിൽ ഒരു ജോണർ, അത് എല്ലാ ജോണറേസും നല്ലതല്ലേ? ഇന്ന ജോണർ ബാൻ ചെയ്യണം, ചിലവർക്ക് ചിലത് ഇഷ്ടമല്ലല്ലോ. കറക്റ്റ്. പക്ഷേ ആസ് എ കമ്പോസർ വി ഹാവ് ടു ലിസൺ ടു എവറി ജോണർ. ഇപ്പം റാപ്പ് കേൾക്കണം, ഇപ്പം പുതിയതായിട്ടുള്ള മെറ്റൽ സോങ്സ് കേൾക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് മ്യൂസിക് കേൾക്കണം, മെലഡീസ് കേൾക്കണം. സോ എല്ലാ ജോണറും എനിക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷേ ഐ ലവ് മെലഡീസ് ഓർ അല്ലെങ്കിൽ ഇപ്പോൾ ബാൻഡ് അറേഞ്ച്മെൻറ്റ് സോങ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടമാണ്. ഐ ക്യാൻ റാങ്ക് ജോണറേസ്, ബട്ട് ഒന്ന് ബാൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എല്ലാ മ്യൂസിക്കിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്.
അത് ശ്രോതാക്കൾ അതിനനുസരിച്ച് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഐ തിങ്ക് യു വിൽ ഹാവ് യുവർ ഓൺ ഫേവറേറ്റ് ജോൺറേ, അല്ലെങ്കിൽ എനിക്കും അതിൻ്റെ ജോൺറേ പ്രിഫറൻസസ് ഉണ്ടാവും. സോ ഒരു മ്യൂസിക്കും ബാൻ ചെയ്യണ്ട, ലെറ്റ് പീപ്പിൾ ലിസൺ ടു ഓൾ മ്യൂസിക്. നമ്മുടെ സിദ് ശ്രീറാം പറയുന്ന ഒരു കോട്ടുണ്ട്, ഐ തിങ്ക് ഓൾ ഹിസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ അടിയിലും അതേ മെൻഷൻ ചെയ്യാറുണ്ട്, ഓൾ ലവ് നോ ഹേറ്റ്. സോ ആ ഒരു പോളിസി എല്ലാ മ്യൂസിക്കും നല്ല കാര്യമല്ലേ, എവറി മ്യൂസിക് പ്രിവെയർ. ഓക്കെ, അപ്പോൾ ഒന്നും ബാൻ ചെയ്യണ്ട. ഓക്കെ, ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാ? അപ്കമിങ് 1-2 കമ്പോസിഷൻസ് എൻ്റെ തന്നെ ഇൻഡിപെൻഡൻറ്റ് സോങ്സ് വരുന്നുണ്ട്. ആൻഡ് ദൈവം അനുഗ്രഹിച്ചാൽ ഒരു 1-2 മൂവീസ് ആസ് എ മ്യൂസിക് കമ്പോസർ ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഇയർ എൻഡൊക്കെ ആകുമ്പോൾ. ഒരു മ്യൂസിക്കിലേക്ക് എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത് കമ്പോസിഷൻ്റെ ഫീൽഡിൽ? ആ ഇമോഷൻസ് ആദ്യം മനസ്സിലാക്കി ഞാൻ. വാട്ട് ഇസ് ദി ഇമോഷൻ? സങ്കടമാണോ, സന്തോഷമാണോ, പ്രണയമാണോ, വിരഹമാണോ, എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. അതിൽ മേ ബി ഐ കൻ ഗിവ് യു ലൈവ് എക്സാമ്പിൾ ഇതിലേക്ക് വരുമ്പോൾ. പിന്നെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കും ഞാൻ. സിറ്റുവേഷൻ ബേസിസിൽ നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇമോഷൻ വെച്ച് കമ്പോസ് ചെയ്യാൻ പറ്റും. ട്രിഗറിങ് ഫാക്ടർ എന്താണ്? ഇമോഷൻ എങ്ങനെ നമ്മൾ ആ ഇമോഷൻ ഇംബൈബ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ഇമോഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് വരും, എനിക്ക് മ്യൂസിക്കലി ചിന്തിക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്ക് മാത്രമുള്ള ഇതാണെന്ന് അറിയാം, മേ ബി ഓൾ മ്യൂസിഷ്യൻസ് ക്യാൻ. ഒരു ഇമോഷൻ കിട്ടിയാൽ ആ മ്യൂസിക്കലി എങ്ങനെ അത് വന്നേക്കാം, ഓൺ കീസ് അല്ലെങ്കിൽ ഓൺ വോക്കൽ അതെങ്ങനെ ആയിരിക്കാം എന്നുള്ള വിഷ്വലൈസ് ചെയ്തിട്ടാണ് എപ്പോഴും കമ്പോസ് ചെയ്യുക. മേ ബി ഐ കൻ ഗിവ് യു എൻ എക്സാമ്പിൾ. ഇപ്പം പ്രിയതമ എന്നുള്ളൊരു സോങ് വിനീതേട്ടൻ പാടിയ പാട്ട്, അത് ഇറ്റ്സ് എ വെരി 2 രീതിയിലും ചെയ്യാം. ഈ ഇമോഷൻ പോയിന്റ് ഓഫ് ഞാനത് പൊതുവെ ഒരു ഇൻ്റർവ്യൂസിനും ചെയ്തിട്ടില്ല, മേ ബി ഫസ്റ്റ് ടൈം ആയിക്കോട്ടെ. അപ്പോൾ അതൊരു ഇറ്റ്സ് എ വെരി റൊമാൻറ്റിക് ട്രാക്ക്, ഒരു ഭയങ്കര റൊമാൻറ്റിക് ഉള്ള ഒരു ട്രാക്കാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് എങ്ങനെ പാടാം. അപ്പം ആ സോങ് ഗോസ് ലൈക്ക് ദിസ്: പ്രിയതമാ അവളെന്നുയിരേ നിജമാ, പ്രിയതമാ ഉലകിലെ മുതൽ നിറമാ, വാനവും നീയേ വാഴ്വുമേ നീയേ പ്രിയതമാ. വളരെ റൊമാൻറ്റിക്, വളരെ ജോവിയൽ ട്രാക്ക് അല്ലേ. ഇതേ സിറ്റുവേഷനിൽ നായകനും നായികയും പിരിയാണെങ്കിലോ ഒന്ന് ഇമാജിൻ ചെയ്താലോ? ചെയ്യാം. പ്രിയതമാ അവളെന്നുയിരേ നിജമാ, പ്രിയതമാ ഉലകിലെ മുതൽ നിറമാ, വാനവും നീയേ വാഴ്വുമേ നീയേ പ്രിയതമാ. സാഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യാം. ശരിയല്ലേ? അപ്പൊ ഈ ലിറിക്സ് കമ്പോസിഷന് ഏറ്റവും വലിയൊരു കോൺട്രഡിക്ഷൻ. അയ്യോ, നമ്മുടെ ആ കമ്പോസിങ് മെലഡിയെ എൻഹാൻസ് ചെയ്യുന്ന ലിറിക്കാണല്ലോ. അതിൽ ഹാറ്റ്സ് ഓഫ് ടു എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ BK ഹരിനാരായണൻ ചേട്ടൻ. അത്രയധികം പാട്ടിൽ എനിക്ക് ഹരിയേട്ടനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് സോങ് മനസ്സിൻ ബാധയിൽ പോലും ഹരിയേട്ടനാണ് എഴുതുന്നത്. ആദ്യം ഹരിനാരായണൻ സാറായിരുന്നു, ഇപ്പോൾ ഹരിയേട്ടനായി. വളരെയധികം ഒരു ബ്രദർലി റിലേഷനാണ് നമുക്കിപ്പോൾ. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഉറപ്പായിട്ട് ഹരിയേട്ടൻ ഇവിടെ വീട്ടിൽ വരാറുണ്ട്. ഞാൻ തൃശ്ശൂർ പോകുമ്പോൾ ഹരിയേട്ടനെ വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഹരിയേട്ടനും ഞാനും ഭയങ്കര ഒരു അത് ഹരിയേട്ടൻ എൻ്റെ ഒരു മെൻറ്ററിനെ പോലെയാണ് ആക്ച്വലി. ഈ ലിറിക്സ് എഴുതിയിട്ടാണോ കമ്പോസ് ചെയ്യുന്നത്, കമ്പോസ് ചെയ്തിട്ടാണോ ലിറിക്സ് ചെയ്യുന്നത്? രണ്ടും ചെയ്യാം. ഐ വുഡ് പ്രിഫർ ഹാവിങ് ദ കമ്പോസിഷൻ ഫസ്റ്റ്, സോ ദാറ്റ് നമുക്ക് മ്യൂസിക്കലി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. ലിറിക്കാകുമ്പോൾ മീറ്ററിനകത്ത് ഞാൻ നിൽക്കണം, ആ വാക്ക് തീരുമ്പോൾ എൻ്റെ കമ്പോസിങ്ങൾ കുറച്ച് കേർട്ടൈൽ ചെയ്യാൻ. പക്ഷേ രണ്ടും ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് അവിടെ ഒരു മെലഡി എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നില്ല, കുറച്ചും കൂടെ ആഴത്തിലേക്ക് എനിക്ക് ഇറങ്ങണം എന്ന് തോന്നിയാൽ ഐ വുഡ് ആസ്ക് ഫോർ ദ ലിറിക്സ്. ആ ലിറിക്ക് വെച്ചും ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്, ലിറിക്ക് വെച്ചും കമ്പോസ് ചെയ്യാം. ആൻഡ് ബട്ട് യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളത് ആദ്യം ആ മെലഡി ഉണ്ടാക്കിയതിന് ശേഷം എന്നിട്ടാണ് ലിറിസിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുക. ഓ ഗ്രേറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഇൻ്റർവ്യൂ തന്നതും കുറച്ച് നേരം നമ്മളെ മ്യൂസിക് വേൾഡിൽ ഇങ്ങനെ നിർത്തിയാലും. കാരണം എൻ്റെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഇപ്പോൾ പാടി നമ്മൾ ആ ഒരു മ്യൂസിക്കിനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം, ഒരു പ്രണയം തോന്നിപ്പോയി ഇത് കേട്ടപ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ആദ്യമായിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്നത്. സോ അപ്പോൾ ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ്. സോ താങ്ക് യു ഫോർ ദി വണ്ടർഫുൾ ടൈം. ഓൾ ദി ബെസ്റ്റ്. ഡെഫിനറ്റ്ലി. ഷുവർ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു, കുറേ എക്സ്പീരിയൻസസ് അറിഞ്ഞു. ഇതുപോലത്തെ ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ബൈ.